ഭക്തിസാന്ദ്രമായി കൊല്ലം പണ്ടാരത്തുരുത്ത മൂക്കുമ്പുഴ ദേവീക്ഷേത്രത്തിലെ മാലവെപ്പ് ഘോഷയാത്ര. അലങ്കരിച്ച രഥത്തിൽ ദേവിക്ക് ചാർത്താനായുള്ള മാലയുമായുള്ള ഘോഷയാത്രയിൽ നിരവധി ഭക്തർ അണിനിരന്നു. ജനുവരി 27 കൊടിയേറിയ ഭരണി മഹോത്സവം ഫെബ്രുവരി 5 വരെയാണ് നടക്കുക. തോറ്റമ്പാട്ടിന്റെ 6ാം ദിനം ദേവിയുടെ മാംഗല്യമെന്നതാണ് സങ്കല്പം. അന്നേ ദിവസം ദേവിക്ക് ചാർത്താനുള്ള മാലയാണ് രഥത്തിൽ എഴുന്നള്ളിച്ച് ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. നിരവധി സ്ത്രീഭക്തജനങ്ങളാണ് ഘോഷയാത്രയുടെ ഭാഗമായത്. തോറ്റമ്പാട്ട് ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. തോറ്റമ്പാട്ട് ഉത്സവത്തിന്റെ ഭാഗമായി 6ാം ഉത്സവമായ ഇന്ന് ദേവിയുടെ മാലവെപ്പ് ചടങ്ങാണ്. ആയിരക്കണക്കിന് സ്ത്രീജനങ്ങളാണ് ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. ദേവിക്ക് ചാർത്താനുള്ള തിരുവാഭരണവുമായി എല്ലാ വർഷവും കരുനാഗപ്പള്ളി പടനാറകുളങ്ങര ക്ഷേത്രത്തിൽ നിന്നാണ് ഈ ചടങ്ങ് ആരംഭിക്കുന്നത്. ചവറ കുടുംബ കോടതി ജഡ്ജി ഉദയകുമാർ വി മാലവെപ്പ് ഘോഷയാത്രയ്ക്ക് ഭദ്രദീപം കൊളുത്തി. കരുനാഗപ്പള്ളി പടനായർകുളങ്ങര മഹാദേവർ ക്ഷേത്രത്തിൽ നിന്നുമാണ് ദേവിക്കായുള്ള മാല എത്തിയത്. സന്ധ്യാസമയം താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ദേവീരഥം മുന്നോട്ട് നീങ്ങി. ദീപപ്രഭയാൽ ഭക്തമനസ്സുകളും ശോഭനമായി. ദേവിയെ സ്തുതിച്ച് താലവുമേന്തി സ്ത്രീഭക്തജനങ്ങളും കിലോമീറ്ററുകൾ മുന്നോട്ട്. വരും ദിവസങ്ങളിൽ മീനൂട്ട്, പൊങ്കാല, പകൽക്കാഴ്ച തുടങ്ങിയ ചടങ്ങുകളും നടക്കും. ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷമുള്ള ആദ്യത്തെ ഉത്സവമാണ് ഇത്തവണ വിപുലമായി നടത്തുന്നത്. പുനരുദ്ധാരണത്തിന് ശേഷമുള്ള ആദ്യ ഉത്സവമാണ് നടക്കുന്നത്. നിലവിലെ ദേവിയുടെ 6ാം ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങളാണ് ഇന്ന് നടക്കുന്നത്. 6ാം ഉത്സവത്തിന് ശേഷം നമുക്ക് പ്രധാനപ്പെട്ട ചടങ്ങ് 9ാം ഉത്സവത്തിന് നടക്കുന്ന മീനൂട്ടാണ്. മീനൂട്ട് കർമ്മം അത് രാവിലെ 10 മണിക്ക് മീനൂട്ട് കടവിലേക്ക് യാത്ര തിരിക്കും. അതിനുശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനൂട്ട് നടക്കും. 9ാം ഉത്സവത്തിന് 10ാം ഉത്സവ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറാട്ടോടു കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഈ വർഷത്തെ ഉത്സവം ഭഗവതിയുടെ തിരുവാറാട്ടോടുകൂടി സമാപിക്കുന്നതാണ്. മാലവെപ്പ് ഘോഷയാത്രയിൽ വിവിധ കലാരൂപങ്ങളും അണിനിരന്നു. കടലിനും കായലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന മുക്കുംപുഴ ക്ഷേത്രത്തിൽ ഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത്. ജനം, കൊല്ലം.